ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഷാർജയിൽ നിന്ന് വെറും 2 മണിക്കൂറിൽ എത്താൻ പറ്റിയ ഒരു കിടിലം ഹിഡൻ സ്പോട്ടാണ്. ലൊക്കേഷൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒമാൻ ബോർഡറിലായിട്ടാണ് വരുന്നത്. ഇവിടെ ഒരു എൻട്രൻസ് ഫീ ഉണ്ട്. പെർ കാർ ആണ് 20 ദിറംസ് ഓർ എൽസ് യു ക്യാൻ പേ ഒമാൻ റിയാൽ. ഇതാണൊരു വ്യൂ. നോക്കിക്കേ, എത്ര പിള്ളേർ അവിടെ കുളിക്കുന്നത്. നമ്മൾ ഇവിടെ കുളിക്കാന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്ത് വന്നതാണെങ്കിലും അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ടവൽ എടുത്തിട്ടില്ലായിരുന്നു ഗൈസ്. കുളിച്ച് നനഞ്ഞ് മേളിലോട്ട് എങ്ങനെ ടവലില്ലാതെ കയറി വരുമെന്ന് ഓർത്തിട്ട് തന്നെ എൻ്റെ മൂഡ് പോയായിരുന്നു. എനിവേസ് ലെറ്റ്സ് സീ എന്നും പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. താഴെ ഇറങ്ങി പോകേണ്ടത് ഈ വഴിയാണ്. സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ പണി കിട്ടും. താഴെ ഇറങ്ങുമ്പോൾ ഉള്ള ലൊക്കേഷനാണ് ഇതായത്. ഇറ്റ് വാസ് സച്ച് എ നാച്ചുറൽ ഫീൽ. ഇവിടെ വരാനും പറ്റിയ ബെസ്റ്റ് ക്ലൈമറ്റ് ആണ് ഇപ്പോൾ. അച്ഛൻ കുളിക്കാന്ന് പറഞ്ഞിട്ട് ഇറങ്ങി. ഞാൻ കുളിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. എന്നാലും ജസ്റ്റ് ഇവിടെ വരെ വന്നതല്ലേ, ജസ്റ്റ് കാലെങ്കിലും നനച്ചിട്ട് കയറി വരാന്ന് വിചാരിച്ചു. നല്ല തണുപ്പുണ്ടായിരുന്നു വെള്ളം. അലൻ തീരെ ഇറങ്ങിയില്ല. അവന് ഡ്രസ്സ് പോലും ഇല്ലായിരുന്നു. ജീൻസ് ഇട്ടിട്ട് അവൻ വന്നു. ഞാനും അച്ഛനും കൂടെ ഇറങ്ങി എൻജോയ് ചെയ്തു. അപ്പോഴാണ് ഇതാ ഫിഷുകളൊക്കെ അച്ഛന് സ്പാ കൊടുക്കുന്നത് കണ്ട്. ഞാൻ ചെരുപ്പ് ഊരാത്തത് കൊണ്ട് എൻ്റെ അടുത്ത് വന്നില്ല അവന്മാരൊന്നും. ചെരുപ്പ് ഊരാത്തതിൻ്റെ കാരണം റോക്ക് ഭയങ്കര സ്ലിപ്പറി ആയിരുന്നു. എങ്ങാനും വഴുകി തെന്നി വീണാ തീറും. ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് വരാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണിത്. പിന്നെ നീന്താൻ അറിയുന്നവർക്ക് ഇങ്ങനെ നീന്താം, നീന്താൻ അറിയാത്തവർക്ക് നോക്കി നിൽക്കാം. കുറച്ചു നേരം വെള്ളത്തിൽ കിടന്നു കഴിഞ്ഞ് നമ്മൾ അങ്ങ് ഇറങ്ങി. ഇനി കുറച്ച് നമുക്ക് നടന്നു കാണാം. അപ്പോഴാണ് നമ്മൾ ഇത് കണ്ടേ, മഞ്ഞുമൽ ബോയ്സിന്റെ ഡ്യൂപ്പോ. ഈ പ്ലേസിന്റെ പേരാണ് വാദി അൽ സാദ. ഈ വിന്റർ ക്ലൈമറ്റ് തീരുന്നതിന് മുന്നേ എല്ലാവരും പോയി ഈ സ്ഥലത്ത് എൻജോയ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ.